ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവിൽ ഒട്ടും വയ്യാതെ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സായിയാണ് കാണിക്കുന്നത്. സായി പറയുന്നുണ്ട്, എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും കഴിയുന്നില്ല, ബിഗ് ബോസ് ബാക്ക് പെയിൻ ആണ്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ അമ്മക്കും ഭാര്യയ്ക്കൊക്കെ അറിയാം, ഞാൻ അത്ര വലിയ വേദന ഉണ്ടെങ്കിൽ മാത്രമേ വേദന എടുക്കുന്നു എന്ന് പറയാറുള്ളൂ. ഇപ്പോൾ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് നോക്കാറ് കൂടിയില്ല, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റുന്നില്ല, ആകെ അസ്വസ്ഥനാണ് സായി. നമുക്ക് ഇപ്പോൾ ലൈവിൽ കാണാൻ പറ്റും, ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല, സംസാരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ആകെ മൊത്തം ഒരു ശോകമൂകനായിരിക്കുകയാണ് സായി രാവിലെ മുതൽക്ക്. എന്തൊക്കെയായാലും ബിഗ് ബോസ് കുറച്ചുകൂടി ഇതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി സായി എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 24 മണിക്കൂറിനുള്ളിൽ സായിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പുറത്താകും. ഇതുപോലെ തന്നെയാണ് പൂജ കൃഷ്ണയും ബിഗ് ബോസിൽ നിന്ന് പുറത്തായത്. ബിഗ് ബോസിൻ്റെ പവർ ടീമിന് എന്തോ, അല്ലെങ്കിൽ ആ ഒരു പവർ റൂമിൽ എന്തോ പ്രേതബാധ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്തരത്തിൽ പവർ റൂമിൽ വന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പുറത്താവേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ നമുക്ക് സങ്കടമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൂജ കൃഷ്ണ പുറത്തായിരിക്കുകയാണ്, അതുപോലെ തന്നെ സിബിൻ പുറത്തായിരിക്കുന്നു. ഇപ്പോൾ സായി കൃഷ്ണയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നതിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇവരെല്ലാവരും പവർ റൂമിൽ വന്ന് ഒന്ന് ഗെയിം കളിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ബിഗ് ബോസിൻ്റെ ഗെയിം എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസിന് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്ട്രെസ്സ് വരുന്നു, കളിക്കാനായിട്ട് പറ്റുന്നില്ല, ഗെയിം കണ്ടൻറ്റുകളില്ല. എന്തുകൊണ്ടും ശോകമുഖമായ ഒരു സീസണായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. പക്ഷേ അതൊന്നും TRP റേറ്റിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും സായി കൃഷ്ണ പുറത്താവുകയാണെങ്കിൽ ഈ ഒരാഴ്ച നോ എവിക്ഷൻ വീക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരാഴ്ചയിലെ സായി കൃഷ്ണയുടെ ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യം വന്ന് ശോകമൂകനായിരിക്കുന്ന സീക്രട്ട് ഏജൻ്റ് അല്ല ഇപ്പോൾ ഗെയിം കളിക്കുന്നത്, തൻ്റെ പവറുകളെ ഉപയോഗിക്കാനായിട്ട് സായി ഏറെക്കുറെയൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗെയിം ഇമ്പ്രൂവ് ആയി വന്നൊരു ഗെയിമർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് എന്തുകൊണ്ടും ബിഗ് ബോസിന് ഒരു തീരാന്ന് നഷ്ടം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്